അച്ഛൻ പാട്ട് പാടാതെ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഓണം വന്നെത്തിയിരിക്കുകയാണ്. നേരം പരപരാ വെളുത്തു. 6 മണിക്ക് അലാറം അടിച്ചതും ചാടി എണീറ്റ് ഫ്രഷായി അടുക്കളയിൽ പോകുമ്പോൾ അമ്മയും അച്ഛനും ഏകദേശം സദ്യക്കുള്ള പണികളൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ അവിടെ എവിടെയും തട്ടി നിന്ന് കുറച്ച് തേങ്ങയൊക്കെ ചിരവി കൊടുത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ്റെ കൂടെ പൂവിടാൻ പോയിക്കോളാം. പക്ഷെ ഇതിൻ്റെ ക്ലിപ്സ് ഒന്നും ഇല്ല, കാരണം എൻ്റെ ക്യാമറാമാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടെ പൂക്കളിടാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ പ്രിയ ഭർത്താവ് ഉണർന്ന് ക്യാമറയുമായി വന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചു. ഈ 28 വർഷത്തിൽ ആദ്യമായി പുത്രൻ പൂക്കളം ഇടാൻ വന്നത് കണ്ട് ഞെട്ടലിലും സന്തോഷത്തിലുമാണ് ആ അമ്മയും അച്ഛനും. ഞങ്ങൾ 3 പേരും കൂടെ അങ്ങനെ പൂക്കളം ഇട്ട് തുടങ്ങി. പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഇട്ടത് അച്ഛനാണ്. ഞങ്ങളതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി. തലേന്ന് വാങ്ങിയ പൂ കൂടെ ബാക്കി ഉണ്ടായിരുന്നതിനാൽ ഇന്നത്തേക്ക് പൂ കുറച്ച് ലാവിഷായിരുന്നു. ആത്മാർത്ഥമായി പൂക്കളം ഇടുന്ന പോലെ ഇത്ര നേരം അഭിനയിച്ച് ഇപ്പൊ വെറുതെ നിന്നും നടന്നും പൂക്കളത്തിന് ചുറ്റും വലം വെച്ചും ക്യാമറയിൽ വരാൻ കഷ്ടപ്പെടുന്ന എൻ്റെ പതിയുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോകരുത്. അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടെ പൂക്കളം എല്ലാം ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പൂക്കളം. പൂക്കളം കണ്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഞാനൊന്ന് കുളിച്ച് ഓണക്കോടി കൊടുക്കുന്ന സമയം കൊണ്ട് എൻ്റെ നീസ് ക്യാമറ എടുത്ത് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അച്ഛൻ പാട്ട് പാടാതെ. അങ്ങനെ പൂക്കളം ഇട്ട് കഴിയുമ്പോഴേക്കും സദ്യ എല്ലാം റെഡി ബൈ അമ്മ. ചിപ്സ് വന്നു, ശർക്കര ഉപ്പേരി വന്നു, ഓലൻ വന്നു, കാളൻ വന്നു, എലിശ്ശേരി വന്നു, പുളിശ്ശേരി വന്നു. പക്ഷേ ഇതിലേതൊക്കെയാണ് ആ കറികളെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഇത് കഴിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഇത്രയും കറികൾ കൂടാതെ 2 തരം പായസവും ഉണ്ടായിരുന്നു. രാവിലത്തെ സദ്യ ഇവിടെ നിന്ന് കഴിച്ച് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി അവിടത്തെയും സദ്യ കഴിക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി എല്ലാവരും കഴിക്കാൻ തുടങ്ങി. സദ്യ വളരെ നന്നായിരുന്നു. ഇനി ഇതുപോലൊരു സദ്യ നെക്സ്റ്റ് ഓണം ആവണം. അതിനിടയിൽ വരുത്ത സദ്യ ഒന്നും ഓണസദ്യ ആവില്ലല്ലോ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. സാധാരണ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് ഫാമിലി ഫോട്ടോസ് എടുത്ത് ആ മൊമെൻറ്റ്സ് നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഏട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്ന് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളൊരു ഈവനിങ് ആകുമ്പോൾ പുറത്ത് പോകാൻ തീരുമാനിച്ച് ഇറങ്ങി. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങി വരുമ്പോൾ അച്ഛൻ പറഞ്ഞു പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സദ്യ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കിട്ടുന്ന ടൈം ഇപ്പോൾ വളരെ റെയറാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ അൽഫാം മന്തി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഓണമായിട്ട് നോൺ വെജ് എന്ന്. രാവിലത്തെയും ഉച്ചത്തെയും സദ്യയുടെ ഹാങ് ഓവർ മാറ്റാനും രാത്രി കൂടെ ഒരു സദ്യ താങ്ങാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടുമാണ് ഗൈസ്. ഞങ്ങളങ്ങനെയാണ്. ഡിന്നറെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പിയായി തിരിച്ച് വീട്ടിലേക്ക്. ഇനിയിപ്പോൾ വീട്ടിൽ പോയി സുഖമായ ഉറക്കം. അങ്ങനെ ഈ ഓണം ഭംഗിയായി അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സാഹിഷ്മ വിത്ത് പ്രസൂജ് ഫ്രം ടൈംലെസ് സാഗ സൈനിങ് ഓഫ്.